speaking. Hello, Dad? Yes, Bethy. Are you okay? നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന കോൾ റെക്കോർഡിംഗ് 8 വയസ്സുള്ള പെൺകുട്ടി ബെത്ത് സ്റ്റോഫറിൻ്റേതാണ്. ആ കുട്ടിയെയും കുട്ടിയുടെ അമ്മ മേരിയെയും കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജൂൺ 15, 1980 10:15 PM കിഡ്നാപ്പർ ബെത്തിന് അച്ഛനെ ഫോൺ ചെയ്ത് ഫാദേഴ്സ് ഡേ വിഷ് ചെയ്യാനുള്ള അനുവാദം നൽകി. FBI അത് റെക്കോർഡ് ചെയ്തു. Is Mommy okay? Yes. That's good. Yes. Happy Father's Day. Oh, thank you so much, sweetie. We can't talk anymore. When can you come home? I don't know. Can I talk? Can I talk to him? No. മേരി സ്റ്റോഫർ 36, അവരുടെ മകൾ ബെത്ത് സ്റ്റോഫർ 8 വയസ്സ്. ഇവരെ കിഡ്നാപ്പ് ചെയ്ത് ചെയിൻ ചെയ്ത് 53 ഡേയ്സ് ടോർച്ചർ ചെയ്തു. ശേഷം അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ സാധിച്ചു. മിങ് സെൻഷ്യൂവിനെ അതേ ദിവസം അറസ്റ്റ് ചെയ്തു. റോസ്വിലെ മിനസോട്ടയിൽ മേരി അവളുടെ ഭർത്താവ് എർവും 2 മക്കൾ സ്റ്റീവും ബെത്തിൻ്റെയും കൂടെയാണ് താമസം. വീട്ടിലെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം അവർ ഫിലിപ്പീൻസിലേക്ക് താമസം മാറുകയാണ്. മെയ് 16, 1980 മേരി ബെത്തുമായി ഫിലിപ്പീൻസിൽ പോകാനുള്ള തലേ ദിവസം പുറത്തിറങ്ങിയതായിരുന്നു. മണിക്കൂറുകൾ ഒരുപാട് കടന്നുപോയിട്ടും അവരെ കാണാതിരുന്ന എർവും അവൻ്റെ 6 വയസ്സുള്ള മകൻ സ്റ്റീവും വറീഡായി തുടങ്ങി. What's happening? Where are Mary and Beth? Why haven't they come home yet? Mom's not the kind to run away. Mom loves me. Mom loves Dad. Mom loves my sister. There hasn't been any arguments. ടൗണിൽ പോലീസുകാർ ജേസൺ എന്ന കുട്ടിയെ തിരയുകയാണ്. അവനും അതേ ദിവസം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. Little boy kidnapped. Jason playing in a park never came back. Terrifying story. എന്നാൽ മേരിയും ബെത്തും മിസ്സിംഗ് ആണെന്ന് അവർക്ക് ഒരു ഐഡിയയുമില്ല. നേരം രാത്രിയായി. എർവ് പോലീസിനെ അറിയിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവൻ ആ മിസ്സിംഗ് ബോയിനെ കുറിച്ച് അറിയുന്നത്. ഒരു ഡാർക്ക് ഹെയർ ഉള്ള ആൾ കിഡ്നാപ്പ് ചെയ്തതായി പോലീസ് പറഞ്ഞു. എർവിന് ഇത് കേട്ടപ്പോൾ ഭാര്യയ്ക്കും മകൾക്കും എന്ത് സംഭവിച്ചു കാണുമെന്ന പേടി കൂടി. സെർച്ചിങ് നാഷണലായി. റോഡ് ബ്ലോക്കും ഗ്രൗണ്ട് ടീമും എയർ സപ്പോർട്ടും എല്ലാം ചേർന്നു. മേരിയുടെ കാർ ഒരു കുഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായി കണ്ടെത്തി. മിസ്സിംഗ് ആയ കുട്ടികളുടെയോ മേരിയുടെയോ ട്രേസ് ഉണ്ടായിരുന്നില്ല. എർവിന് പേടി കൂടിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ പോകെ ഇനി തൻ്റെ ഫാമിലിയെ കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷ പതിയെ ഇല്ലാതായി. ജൂൺ 15, 1980 ഫാദേഴ്സ് ഡേ ആയിരുന്നു. എർവ് മകനുമായി വീട്ടിലാണ്. ബെത്തിനെയോ മേരിയോ കുറിച്ച് ഒരറിവുമില്ല. അവർ കാണാതായി 30 ദിവസമായിരിക്കുന്നു. അപ്പോഴാണ് ഫോൺ റിംഗ് ആയത്. Yes. Happy Father's Day. Oh, thank you so much, sweetie. You're fine, Dad. Oh, I'm so glad. We can't talk anymore. When can you come home? I don't know. Can I talk? Hey, Dad? Can I talk to him? No. Okay, you call again. See you soon. Okay. Bye. Bye, sweetie. ഈ നിഗൂഢമായ ഫോൺ കോളിന് പിന്നിൽ അവൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എന്ത് സംഭവിച്ചു എന്ന ദുഷ്ടമായ സത്യമുണ്ട്. കിഡ്നാപ്പ് ചെയ്ത ദിവസം മേരിയും ബെത്തും സലോൺ വിട്ട് ഇറങ്ങുകയായിരുന്നു. രണ്ടാളും പാർക്കിംഗ് ലോട്ടിലൂടെ നടക്കുകയാണ്. We saw a man walking toward us. And I looked up. I thought perhaps he wanted to ask directions. And he had a gun. He pulled out the gun and put it at Beth's side and said, I need a ride. ഫോഴ്സ് ചെയ്തുകൊണ്ട് അവൻ അവരുടെ കാറിൽ കയറി. അവരുടെ അടുത്തിരുന്നു. തോക്ക് ബെത്തിന് നേരെ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞതുപോലെ മേരി ഡ്രൈവ് ചെയ്തു. അയാൾ ആരാണെന്ന് മേരിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർ റെഡ് ലൈറ്റിൽ വണ്ടി നിർത്തി. അവരുടെ തൊട്ടുപുറകിൽ ഒരു പോലീസ് കാർ ഉണ്ടായിരുന്നു. We came to an intersection, and I remember him saying, if that police car turns the same way we turn, you're dead. പക്ഷേ പോലീസ് കാർ തിരിഞ്ഞില്ല. 1 മണിക്കൂറത്തെ ഡ്രൈവിങ്ങിന് ശേഷം അയാൾ മേരിയോട് വണ്ടി നിർത്താൻ പറഞ്ഞു. And I realized he was going to put us in the trunk. That was very, very scary for me. I said, please don't put us in the trunk. We won't be able to breathe. അവരുടെ വായും കൈയും കാലും എല്ലാം കെട്ടി അവരെ കാർ ട്രങ്കിലിട്ട് അവൻ ഡ്രൈവ് ചെയ്തു. അവർ രണ്ടാളും ഇരുവരുടെയും കയ്യിലെ കെട്ടുകൾ അഴിക്കാൻ പരിശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ അയാൾ വണ്ടി നിർത്തി ട്രങ്ക് തുറന്നു. And he raised the trunk lid and saw that her ropes were untied. ട്രങ്ക് തുറന്ന സമയം 2 കുട്ടികൾ സൈക്കിൾ ഓടിച്ച് ആ വഴി വന്നു. ഒരാൾ കാറിന് മുന്നിലും മറ്റൊരു കുട്ടി ട്രങ്ക് തുറന്നു വെച്ചിരിക്കുന്ന സ്ഥലത്തും. ട്രങ്കിൽ കിടക്കുന്ന മേരിയെയും ബെത്തിനെയും കണ്ട് കുട്ടി ഞെട്ടിപ്പോയി. 6 വയസ്സുള്ള ജേസൺ വിൽക്ക്മാന് വെറും കൗതുകം മാത്രമായിരുന്നു. അവൻ കാണാൻ പാടില്ലാത്ത ഒന്ന് കണ്ടു. അതുകൊണ്ട് അവനെ കൊണ്ടുപോയി. All of a sudden, something was
placed it on my feet. And then I could hear whimpering, and I thought, this is a child. And so I started to talk. I said, my name is Mary, and I'm 36 years old, and our daughter Beth is here, and she's 8 years old. And we don't know who this man is, and we don't know what he wants, and we don't know what he's going to do to us. I think he said, I'm supposed to visit my grandpa and grandma tomorrow. And we just talked about being scared. And then the car came to a stop, and the trunk lid was open, and Jason was removed from the trunk, and then the trunk lid was closed. And then all was quiet. ഒരുപാട് സമയം കഴിഞ്ഞ ശേഷം അയാൾ തിരികെ വന്നു. അവരെ കാറിൽ നിന്നും ഒരു വാനിലേക്ക് മാറ്റി. എന്നാൽ ജെയ്സൺ അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. മേരി അവനോട് ജെയ്സനെ എന്തു ചെയ്തെന്ന് ചോദിച്ചു. അവനെ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് എന്നവൻ കള്ളം പറഞ്ഞു. ജെയ്സൺ കൊല ചെയ്യപ്പെട്ടു എന്ന് മാസങ്ങൾക്ക് ശേഷം പോലീസ് കണ്ടെത്തി. മേരി ഒരു മണ്ടിയല്ല. ഇയാളുടെ വായിൽ നിന്ന് വീഴുന്ന ഒന്നും വിശ്വസിക്കരുത് എന്നവൾക്ക് അറിയാമായിരുന്നു. അവൾക്കും അവളുടെ മകൾക്കും ഇനി എന്ത് സംഭവിക്കും എന്നവൾ ഭയന്നു. ശേഷം മേരിയെയും ബെത്തിനെയും ഒരു ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ മുറി പ്രിസൺ പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. There was a light bulb with a pull chain. There was a scatter rug on the floor and 2 small throw pillows. They took a screwdriver and removed the doorknob from the inside of the door, and we were locked into that closet. Our hands were still tied. We could not reach up and turn on the light. And so the only thing we could do is lie down on that floor. We just had to try to get some rest because we didn't know what the next day would bring. പിടിച്ചുവെക്കലിന്റെ ആദ്യത്തെ ആഴ്ച മേരിയെ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. അവളെ ഒരു സോഫയിൽ കെട്ടിയിട്ടു. അവളുടെ കണ്ണിലെ കെട്ടഴിച്ചു. അവൾ മുന്നിൽ കണ്ടത് ഒരു ക്യാം കോഡറാണ്. അവളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇതെല്ലാം എന്തിനു ചെയ്യുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. He had actually been up in the woods behind our house, probably using binoculars. He knew that Beth had a little makeup Barbie that was on the dresser top of her room. He knew our son Steve. He knew that my parents had been to visit. He had followed me down the highway one time. In fact, he even knew where the spare key to our apartment was. അയാൾ മേരിയുമായി ഒബ്സെസ്ഡ് ആയിരുന്നു. 10 വർഷമായി അയാൾ മേരി അറിയാതെ മേരിയെ പിന്തുടർന്നു. അവൾ ഫിലിപ്പീൻസിൽ പോകുന്നതറിഞ്ഞപ്പോൾ അവൾ രക്ഷപ്പെടുന്നതിന് മുൻപ് പിടിച്ചുവെക്കുകയായിരുന്നു. This was his moment of triumph. He had found the person he wanted all these years, and he had her in his control. And he believed that it was simply a matter of time, that if she were with him long enough, she would come to love him. 15 വർഷങ്ങൾക്ക് മുൻപ് മേരി ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. അവളുടെ ക്ലാസ്സിലെ ഒരു യങ് ബോയ് മിൻസെൻ ഷ്യൂവിന് അവളോട് ഇഷ്ടം തോന്നി. 15 വയസ്സുകാരനായ മിങ് അവൻ്റെ സഹോദരങ്ങളെ ഉപദ്രവിക്കാറുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ അമ്മയ്ക്കും അവനെ പേടിയായിരുന്നു. അവൻ കണ്ണുവെച്ചിട്ടുള്ള ടീച്ചറെ സംബന്ധിച്ച് ഇതൊരു ബാഡ് ന്യൂസ് ആണ്. അവസാന വർഷം അവൾ അവനിട്ട മാർക്ക് അവനെ ദേഷ്യപ്പെടുത്തി. He said, "Do you remember what grade you gave me?" And I said, "Well, no, I don't, but it must have been an F for you to do this to me." അവന് കൊടുത്ത ഗ്രേഡാണ് B-. അതിനുശേഷം അവൻ്റെ ഒബ്സെഷൻ കൂടിക്കൊണ്ടിരുന്നു. അവൻ അവളോട് പ്രതികാരം പ്രകടിപ്പിക്കുകയും എന്ത് വില കൊടുത്തും അവൾ തന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. മേരിയെ തന്നോട് പ്രണയിക്കാൻ പ്രേരിപ്പിക്കാൻ മിങ് ചില വിചിത്ര തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആ വീഡിയോ ഡിസ്കഷൻ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. അതൊന്നും പ്രവർത്തിച്ചില്ല എങ്കിലും അവന് കിട്ടാത്തത് അവൻ എടുക്കാൻ നോക്കി. ജൂൺ 7 മേരിക്കൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് എന്ന തൻ്റെ ഫാൻറ്റസി മിങ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചിക്കാഗോയിലേക്കുള്ള യാത്രയ്ക്കായി ഒരു RV വാൻ വാടകയ്ക്കെടുക്കുകയും ചെയ്തു. ആ ട്രിപ്പ് സമയം മേരിയും ബെത്തും രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കി. മേരി പേ ചെയ്യാൻ അവളുടെ ട്രാവലേഴ്സ് ചെക്ക് ഉപയോഗിച്ചു. FBI ട്രാൻസാക്ഷൻ്റെ ഇൻഫർമേഷൻ കിട്ടിയേക്കാം എന്ന പ്രതീക്ഷയോടെ. എന്നാൽ ഇത് FBI അറിഞ്ഞില്ല. ബെത്ത് ആണെങ്കിൽ വിൻഡോയുടെ ബ്ലൈൻഡ്സ് അയച്ചെടുക്കാനുള്ള റിസ്ക് എടുത്തു. പുറത്തേക്ക് നോക്കി സഹായം തേടാനായി. ചില ടീൻ കുട്ടികളോട് അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, സഹായിക്കണം എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ അവർ ബെത്തിനെ നോക്കി ചിരിച്ചുകൊണ്ട് കെട്ടുകഥകൾ ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ജൂലൈ 4 മിങ് അവരെ ഫയർ വർക്ക്സ് കാണിക്കാൻ കൊണ്ടുപോയി. വാനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരെ കൊല്ലുമെന്ന് വീണ്ടും മിങ് അവരെ ഓർമ്മിപ്പിച്ചു. അതേസമയം ഒരു പോലീസ് കാർ വന്ന് റെഡ് ലൈറ്റിൽ നിർത്തിയിട്ടു.
മേരിക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നാൽ പോലീസുകാരന് പിന്നിൽ എഴുതിയിരുന്ന ഫോൺ നമ്പർ മേരി ഓർത്തുവെച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ മേരി ബെത്തിനെയും ഫോൺ നമ്പർ പഠിപ്പിച്ചു. ജൂലൈ 6 മിങ് അവരെ സന്തോഷത്തോടെ ഒരു കാര്യം അറിയിച്ചു. അവൻ അവരെ കൂട്ടി ദൂരെ എവിടെയോ ജീവിക്കാൻ പോവുകയാണ് എന്ന കാര്യം. മിങ്ങിന്റെ ശബ്ദത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാൽ മേരി ഡെസ്പയറായി ബെത്തിനോട് പറഞ്ഞു: It wasn't until that day that I despaired to the point that I said to Beth, he's never gonna let us go. There were times when I questioned my faith. Sometimes I'd be so discouraged, day after day. No rescue, no nothing. But Beth was sensitive to that. One day she said, Mom, do you think that God is going to send his angel to open the door for us like he did for Peter and the other guy? And in my deep heart of hearts, I didn't think it was going to happen that way at all. But I don't want to destroy the faith of a child. And so I said, well, he certainly could do that, but he might choose a different way. അവർക്ക് പോകാനുള്ള സമയം അടുക്കാറായി. റിസ്ക് എടുത്തേ തീരൂ എന്ന് മേരിക്ക് മനസ്സിലായി. ജൂലൈ 7 മിങ് പുറത്തുപോയ സമയം. മേരിയെയും ബെത്തിനെയും ആ ചെറിയ മുറിയുടെ ഡോറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. മേരി ഡോർ ഹിഞ്ചസിലേക്ക് നോക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും മിങ് എത്തുമെന്ന് മേരിക്ക് അറിയാം. അവളുടെ കയ്യിൽ ടൂൾസുമില്ല. ഹിഞ്ച് പിൻ അഴിക്കാൻ ആകെ കൈവിരൽ നഖങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയും എളുപ്പത്തിൽ പിൻ അഴിഞ്ഞു വരാൻ സാധ്യത ഇല്ല എന്നറിഞ്ഞിട്ടും അവൾക്ക് ട്രൈ ചെയ്യണമായിരുന്നു. So I went over to the door. I held the door with one hand and I pulled the hinge pin with the other. It came out just like it was greased. Beth, she panicked right away. She started pulling on my clothes. She said, Mama, don't do it. Mama, you know what he said? If he finds us escaping, he's going to kill us. You know, I mean, she was really panicked. I slapped her cheek. I sat her down in the chair and I said, listen, Beth, if God has given us this way of escape, we have to take it. Sure, it's dangerous. If Ming comes home and finds us escaping, he's going to kill us. We know that. But if this is God's way, he's going to take care of us. But I can't fight against you. We have to work together in this. We're chained together. We have to work together. ബെത്ത് അമ്മ പറഞ്ഞത് മനസ്സിലാക്കി അടുക്കള ഭാഗത്തേക്ക് ഓടി. മേരി ഫോൺ എടുത്ത് അവൾ ഓർത്തു വെച്ച നമ്പറിലേക്ക് വിളിച്ചു. മേരി പറഞ്ഞു: This is Mary Stoffer. I think you're looking for me and my daughter Beth. Please hurry. We're being held in a house. He has loaded guns here. He'll kill us and anyone who tries to come in here. Don't try to come in if he's here. ഡിസ്പാച്ചർ മേരിയോട് സ്ട്രിക്റ്റ് ആയി വീട്ടിൽ തന്നെ നിൽക്കാനും ജനലിനടുത്തു നിന്ന് മാറി നിൽക്കാനും നിർദ്ദേശം കൊടുത്തു. ബെത്ത് മേരിയോട് പോലീസിനെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. മിങ് വന്നാൽ കാണാതിരിക്കാൻ ചെടികൾക്ക് മറവിൽ ഒളിച്ചിരിക്കാമെന്നും പറഞ്ഞു. ഡിസ്പാച്ചർ പറഞ്ഞത് അനുസരിക്കാതെ മകൾ പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോഴും കൂടെ കെട്ടിവെച്ചിരുന്ന കൈകളോടെ വീടിന്റെ പുറകുവശത്തുകൂടെ അവർ ഇറങ്ങി. ഒരു കാറിന് പുറകിൽ അവർ ഒളിച്ചിരുന്നു. പക്ഷേ പോലീസ് അവിടെ ഓൾറെഡി എത്തിയെന്നും ആ സ്ഥലം സെക്യൂർ ആക്കി വീട്ടിലേക്ക് കയറാൻ പോവുകയാണെന്നും അവർ അറിഞ്ഞില്ല. അവർ രണ്ടാളും അകത്ത് കാണും എന്ന പ്രതീക്ഷയോടെ അവർ ഡോർ തകർത്ത് അകത്ത് കടന്നു. അതേസമയം പോലീസിൽ ഒരാൾ പുറത്ത് പാർക്ക് ചെയ്തിട്ടുള്ള കാർ ശ്രദ്ധിച്ചു. മിങ് പോലീസിന് മുൻപേ എത്തിയിട്ടുണ്ടാകും എന്നവർ സംശയിച്ചു. ഓഫീസർ ആ കാറിനടുത്തേക്ക് പതിയെ നടന്നു. അവൻ താഴെ നിന്ന് ഒരു ഫിഗർ കണ്ടു. സംശയത്തോടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ കണ്ടത് മേരിയെയും ബെത്തിനെയുമാണ്. The day we escaped, the air smelled sweet, like I remember the feeling of the sun. There's nothing like just feeling the freedom. When we were taken to the sheriff's office and I first saw my husband Irv and our son Steve, it was just so marvelous to hug each other. പോലീസ് മിങ്ങിനെ അതേ ദിവസം അറസ്റ്റ് ചെയ്തു. എന്നാൽ ആ ആശ്വാസം പെട്ടെന്ന് ഒരു ട്രാജിക് ന്യൂസായി. സ്റ്റേഷനിലേക്ക് മേരിയെയും ബെത്തിനെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടെ പോലീസ് അവരോട് ആ ചെറിയ പയ്യൻ വീടിനകത്തു ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ മേരി ഭയന്നതുപോലെ സംഭവിച്ചു എന്ന് മേരിക്ക് മനസ്സിലായി. ജെയ്സൺ മരിച്ചു. ഇതുവരെ അവൻ്റെ ബോഡി കണ്ടുകിട്ടിയിട്ടില്ല. പിടിക്കപ്പെട്ടതിനു ശേഷം ക്രിമിനൽസ് കോടതിയിൽ ചെയ്തതിനെല്ലാം കുറ്റബോധമുണ്ടെന്ന് നടിക്കുന്നതെല്ലാം നമ്മൾ കാണാറുണ്ട്. എന്നാൽ മിങ് സെൻഷിയോ അങ്ങനെയല്ലായിരുന്നു. He said, even if I get put in prison for a very long time, when I get out, I'll go after you, and if you're dead, I'll go after your kids. പ്രിസണിലുള്ളപ്പോൾ മിങ് കൂടെയുള്ള ഇൻമേറ്റിനോട് മേരിയെയും ബെത്തിനെയും ട്രയലിന് മുൻപ് കൊലപ്പെടുത്തിയാൽ $50,000 കൊടുക്കാമെന്ന് പറഞ്ഞേൽപ്പിച്ചു. ഇൻമേറ്റ് നേരെ മിങ് പറഞ്ഞതെല്ലാം അതേപടി FBI അവതരിപ്പിച്ചു. മിങ്ങിന് ദേഷ്യം കൂടിക്കൊണ്ടിരുന്നു. മേരിയെ അവസാനമായി ട്രയലിൽ വെച്ച് കാണുന്ന ദിവസത്തിനായി അവൻ കാത്തിരുന്നു. Our
abductor jumped up from his place at the defense table. He grabbed me by the neck and held a knife in front of me and said, "Get back or I'll kill her." I was cut on my face. മിങ് അവളോടും ബെത്തിനോടും ചെയ്ത എല്ലാത്തിനു ശേഷവും മേരി അതിജീവിക്കുകയും മകളെ അർഹമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്തു. ബെത്ത് ഇപ്പോൾ വിവാഹിതയാണ്, കുട്ടികളുമുണ്ട്. മേരി ഫാമിലിക്കൊപ്പം ഫിലിപ്പീൻസിലേക്കും പോയി. കാലക്രമേണ അവളുടെ തട്ടിക്കൊണ്ടുപോകലിൻ്റെ പാടുകൾ അവളെ ശക്തിയും പ്രതിരോധശേഷിയുമുള്ളവളുമാക്കി. അവർ എസ്കേപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 40 വർഷമാകുന്നു. ഇത്രയും കാലത്തിനു ശേഷവും അവർ തങ്ങളുടെ കഥ പങ്കുവയ്ക്കുന്നു. അത് മറ്റുള്ളവരെ അവരുടെ സ്വന്തം ആഘാതത്തെ മറികടക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. ദുരന്തത്തിനു ശേഷം എത്ര ഇരുണ്ട കാര്യങ്ങളായിരുന്നാലും ജീവിക്കാൻ യോഗ്യമായ ഒരു ജീവിതം നമുക്കുണ്ട് എന്നതിൻ്റെ തെളിവാണ് മേരിയും ബെത്തും.